ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിന് പ്രീതി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ചെറിയ കാര്യമല്ല. ആ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലെവലിൽ പോകാന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗിദെയോൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ആ ഭാഗം ചിന്തിക്കുക. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചു ശാലോം, യഹോവ ശാലോം, ആ പേര് വിളിച്ചൊരു യാഗപീഠം പണിത്. ഇന്നലെ നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം ചിന്തിച്ചു. അപ്പൻ്റെ പാരമ്പര്യത്തിൻ്റെ കാളയെ വെട്ടി, നേർച്ചക്കാളയെ വെട്ടി യഹോവയ്ക്ക് യാഗം കഴിച്ചു. അപ്പൻ്റെ കണ്ണ് തുറന്ന് ആമേ രൂപാൽ എന്നുള്ള പേരും കൂടെ കിട്ടി. എന്നിട്ടും ഗിദെയോൻ്റെ പേടി മാറിയില്ല. കൂടപ്പുറപ്പാ ഭയം എന്ന് പറയുന്നത്. പേടി എന്ന് പറയുന്നത് എൻ്റെ കൂടപ്പുറപ്പാ. ദൈവം കൂടെയുണ്ട്. യാഗപീഠമൊക്കെ പണിതു, വലിയ കാര്യമൊക്കെ ചെയ്തു, എങ്കിലും പേടി മാറിയില്ല. പിന്നെ സംശയമാണ്. ആ സംശയം ദൂരീകരിക്കാനായിട്ട് അവൻ എങ്ങനെയൊക്കെയാ നീങ്ങുന്നതെന്നറിയോ? ഭയങ്കരമാണ്. അവൻ ദൈവത്തിൻ്റെ സനി ചില പരീക്ഷണങ്ങളൊക്കെ വെക്കുകയും ആ പരീക്ഷണങ്ങളൊക്കെ അതുപോലെ ദൈവം അനുവദിക്കുകയും ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം അതൊക്കെ അനുവദിച്ചതെന്നറിയോ? ദൈവം പറഞ്ഞ കാര്യമില്ല, അവനങ്ങ് ചെയ്തു. കുഞ്ഞെ, ദൈവം പറയുന്ന കാര്യം നീ ചെയ്യാമെങ്കിൽ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കേൾക്കും. ആ കർത്താവേ, എനിക്ക് ഈ കാര്യം ഇങ്ങനെ ഒന്ന് ചെയ്തു തരണേ, ഈ കാര്യം എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു തരണേ എന്ന് പറയുന്നത് ദൈവം കേൾക്കണമെങ്കിൽ മോനെ ഞാൻ നിന്നോട് പറയും, നീ ഇന്ന കാര്യം അനുസരിക്കേ എന്ന് പറയുന്ന കാര്യം നീ ചെയ്യണം. ഗിദെയോൻ എന്തൊക്കെ ചെയ്തേ? ശാലോം, യഹോവ ശാലോം എന്ന് പറഞ്ഞ് യാഗപീഠം പണിത് ആരാധന പുനഃസ്ഥാപിച്ചു. ദൈവസാന്നിധ്യം മടങ്ങി വന്നു. 2, ബാലിൻ്റെ ബലിപീഠം, അത് അപ്പൻ്റെ ബാലിൻ്റെ ബലിപീഠത്തെ വെട്ടിക്കളഞ്ഞ് അശേരാ പ്രതിഷ്ഠ ഇടിച്ചു കളഞ്ഞിട്ട് യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ യാഗം കഴിച്ച് ആരാധന പുനഃസ്ഥാപിച്ചപ്പോൾ ജനത്തിലേക്ക് ദൈവസാന്നിധ്യം മടങ്ങി വന്നു. അപ്പൻ്റെ കണ്ണിനെ ദൈവം തുറന്നു. ഇപ്പോൾ ഗിദെയോൻ ഒരു പരീക്ഷണം ചെയ്യുകയാണ്. ആമേൻ. ആ പരീക്ഷണം നമുക്ക് 6-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 36-ാമത്തെ വാക്യം. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കളത്തിൽ നിവർത്തിയിടുന്നു. മഞ്ഞ് തോലിന്മേ മാത്രം ഇരിക്കണം, നിലമൊക്കെ ഉണങ്ങിയിരിക്കണം. അങ്ങനെ ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. നോക്കിയേ, ആ പദം നോക്കിയേ, 37-ാം വാക്യം നോക്കിയേ. അങ്ങനെ തന്നെ സംഭവിച്ചു. പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് അവർ തോൽ പിഴിഞ്ഞു, മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. കണ്ടാ, പുറത്തെല്ലാം ഉണങ്ങിയിരുന്നു, ആ തോല് മാത്രം നനഞ്ഞിരുന്നു. നമുക്കാണ് ഈ അടയാളം കിട്ടിയെങ്കിൽ നമ്മൾ എന്താ പറയും? മതി കർത്താവ്, മതി കർത്താവ്, ഇനി എനിക്കൊരു അടയാളവും വേണ്ട, ഒന്നും വേണ്ട. അവൻ്റെ സംശയം മാറിയില്ല. അവൻ വീണ്ടും പറയും, ദൈവമേ ഹല്ലേലൂയ. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എൻ്റെ നേരെ ജലിക്കരുതേ, ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ട് ഒരു പരീക്ഷണം കൂടെ കഴിച്ചു കൊള്ളട്ടെ, തോല് മാത്രം ഉണങ്ങിയിരിക്കണം, നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിക്കണം. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. കണ്ടോ, 2 ദിവസം 2 രീതി ചെയ്തത് കണ്ടോ? തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരുന്നു. എന്നിട്ട് അവൻ്റെ പേടി മാറിയോ? സംശയം മാറിയോ? ഇല്ല. ദൈവം അവൻ്റെ സംശയം മാറ്റാനായിട്ട് ഒരു കാര്യം ചെയ്ത നോക്കിയേ, 7-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. 9-ാം വാക്യം നോക്കിയേ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിൻ്റെ ശേഷം പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവൻ്റെ ബാല്യക്കാരനായി പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. കണ്ടോ, ദൈവം അവൻ്റെ പേടി മാറ്റുന്നത് കണ്ടോ? ദൈവം അവൻ്റെ പേടി മാറ്റുന്നത് കണ്ടോ? കുഞ്ഞെ, നിനക്ക് ചില പേടിയുണ്ടല്ലേ? നിനക്ക് ചില ഭയമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. ഇന്ന് ഇറങ്ങി ചിരിക്കാൻ പറ്റുമോ? അതെന്നെ കൊണ്ട് കഴിയുമോ? കാരണം ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് ഇങ്ങനല്ലേ, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ ഇങ്ങനെയല്ലേ, എന്നെ കൊണ്ട് പറ്റുമോ? അത് എന്നല്ലേ നീ ചോദിക്കുന്നേ? എന്നല്ലേ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? ദൈവം നിന്നോട് പറയുന്നു, ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, യെസ്, ദൈവം തന്നെ നിന്റെ പേടി മാറ്റാൻ പോവുക. ഈ ദൂത് ഹൃദയത്തിനകത്ത് കോറിയിടണം. ദൈവം എൻ്റെ പേടി മാറ്റാൻ പോകുന്നു. അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിമിത്തം
ഒന്നുകിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കാം, മുൻ തലമുറകളിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റുകൾ നിമിത്തം വന്നതായിരിക്കാം. പക്ഷെ ദൈവം ആ പേടി മാറ്റാൻ പോവാ. ഹല്ലേലൂയ. ആ പേടി എങ്ങനെ മാറ്റിയെന്ന് നാളെ നമ്മൾ ചിന്തിക്കും കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഗിദെയോന്റെ പേടി മാറ്റിയത് എങ്ങനെയാണെന്ന് നാളെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ കർത്താവ്. ഇന്ന് നീ സംസാരിച്ച എല്ലാ ദൂതുകൾക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.